അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെയും ഈദ് നമസ്കാരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലയിടങ്ങളിലും ഈദ് നമസ്കാരങ്ങൾ പുരോഗമിക്കുകയാണ്. കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഈദ് നമസ്കാരങ്ങൾ പുരോഗമിക്കുന്നു. അതിന്റെ കാഴ്ചകളിലേക്ക്. വംശീയത ലോകത്ത് കത്തുന്നുണ്ട്, ഇന്ത്യയിൽ കത്തുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഇരകളിലൊന്ന് മുസ്ലിം സമുദായമാണ്. ഞാൻ പറയുക, അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദഗ്രന്ഥത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാധ്യമല്ല. ജീവിതത്തെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് പ്രശോഭിതമാക്കിയാൽ അതിനെ മറികടക്കാനുള്ള വെളിച്ചവും തെളിച്ചവും നമുക്ക് ലഭ്യമാണ്. രണ്ടാമത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആശയപരമായ വെല്ലുവിളികളാണ്. സാംസ്കാരിക ലിബറലിസം നമ്മുടെ ജീവിതത്തിലേക്ക് ഉപ്പ് നമ്മുടെ വീടിന്റെ അടുക്കളകളിലേക്കും നമ്മുടെ വീടിന്റെ ബെഡ്റൂമുകളിലേക്കും ഇന്ന് കുത്തൊഴുക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുക, ആശയപരം ഐഡിയോളജിക്കൽ ഇഷ്യൂവിനെയും ഐഡന്റിറ്റി ഇഷ്യൂവിനെയും ഈ സമൂഹത്തിന് അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും അവർക്ക് സാധ്യമാകണമെങ്കിൽ ചരിത്രത്തിൽ പ്രവാചകന്മാർ നടന്ന വഴിയെ, വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ അവർ സന്നദ്ധമാകേണ്ടതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതാണ് മൂന്നാമതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ഒരു കാര്യം ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, പെരുന്നാൾ ആഹ്ലാദത്തിന്റെ സുദിനമാണ്. ഞാൻ പറയുക, ആ പെരുന്നാളിനെ നാം ആഘോഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ്. നമ്മുടെ ആഘോഷത്തിന്റെ വേളയിൽ, സന്തോഷത്തിന്റെ വേളയിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ പറയേണ്ടതില്ലല്ലോ, ഇസ്ലാമോഫോബിയയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വെറുപ്പുൽപാദനം ബോധപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹെയ്റ്റ് ലാബിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം നടന്നത് 1318 ഹെയ്റ്റ് സ്പീച്ചുകളാണ്. ആരാണ് നടത്തുന്നത്? തെരുവിലാരോ അല്ല നടത്തുന്നത്. നമ്മുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ വരെ ഇന്ന് ഹെയ്റ്റ് സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളം ഭദ്രമാണ്, നമ്മുടെ കേരളം സുന്ദരമാണ്, നമ്മുടെ കേരളം പ്രബുദ്ധമാണ്, നമ്മുടെ കേരളം ഒരുപാട് സാംസ്കാരികമായ ഔന്നത്യം നേടിയെടുത്ത ഒരു സംസ്ഥാനമാണ്. പക്ഷെ ഞാൻ പറയുക, നമ്മുടെ കേരളത്തിലും ഹെയ്റ്റ് ക്യാമ്പയിൻ ഒട്ടും കുറവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതെല്ലാം എന്താണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഭദ്രമായ ഒരു സാമൂഹ്യ ഘടനയ്ക്ക്, സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്കിടയിലുള്ള ഒരു വൈവിധ്യമാണ്. നമ്മൾ പരസ്പരം ഏകോദര സഹോദരങ്ങളാണ്. ആ അർത്ഥത്തിലുള്ള നമ്മുടെ സാമൂഹ്യ വൈവിധ്യത്തിനിടയിലാണ് യഥാർത്ഥത്തിൽ അത് വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, അകലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കിടയിൽ, വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരസ്പരമുള്ള ആശയക്കുഴപ്പങ്ങളെ ഒരുമിച്ചുള്ള ആശയവിനിമയത്തിലൂടെ അറുതി വരുത്തുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈദുൽ ഫിത്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശമാണ്, ചേർത്ത് നിർത്തലിന്റെ സന്ദേശമാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ഒരിക്കലും തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും തിന്മയും നന്മയും സമമാവുകയില്ല. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, തിന്മയും നന്മയും സമമാവുകയില്ല. എത്രമാത്രം ഇസ്ലാമോഫോബിയ ഉണ്ടായി കഴിഞ്ഞാലും, എത്രമാത്രം വെറുപ്പ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാലും, വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല നമ്മൾ നേരിടേണ്ടത്, തിന്മയെ തിന്മ കൊണ്ടല്ല നമ്മൾ നേരിടേണ്ടത്. നിങ്ങൾ തിന്മയും നന്മയും ഒരിക്കലും സമമാവുകയില്ല. നിങ്ങൾ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് ചെറുക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമോഫോബിയ ഒരു വേൾഡ് പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഹേറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ബോധപൂർവമായ വംശീയതയുടെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. അത് സ്നേഹം കൊണ്ട് മാത്രം ചെറുക്കാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ, 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 അല്ലാഹു അക്ബർ കബീറ, അൽഹംദുലില്ലാഹി കസീറാ, ഫസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽഹു ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ. اللهم صل على محمد وعلى آل محمد
كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى أيضا ولا تكونوا كالتي نقضت عزلها من بعد قوة أنكاثا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈദുൽ ഫിത്ർ സുദിനത്തിലാണ് നമ്മളുള്ളത്. ഈ ഈദുൽ ഫിത്ർ സുദിനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, കഴിഞ്ഞ ഈദുൽ ഫിത്ർ സുദിനത്തിൽ നമ്മുടെ കൂടെ ഈ മൈതാനിയിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഈദുൽ ഫിത്ർ സുദിനത്തിൽ നമ്മുടെ കൂടെ ഈ മൈതാനിയിലില്ല. നമ്മുടെ പലരുടെയും വീടകങ്ങളിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ വീടകങ്ങളിലില്ല. നമ്മുടെ അയൽക്കാരായി, നമ്മുടെ ബന്ധുക്കളായി കഴിഞ്ഞ ഈദുൽ ഫിത്ർ ദിനത്തിൽ നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന പലരും സഹോദരങ്ങളെ എന്നവർ വിശ്രമിക്കുകയാണ്. പല ഖബർസ്ഥാനുകളിലുമായി വിശ്രമിക്കുകയാണ്. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പൂർണ്ണമായ മഗ്ഫിറത്ത് നൽകി അല്ലാഹു അവരെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അവരെയും നമ്മയും പ്രത്യേകമായ അനുഗ്രഹം അല്ലാഹു നമുക്കെല്ലാം അതുപോലെ നമ്മിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈദ്ഗാഹുകൾ പുരോഗമിക്കുകയാണ്. വിവിധയിടങ്ങളിൽ മതപണ്ഡിതന്മാർ അതിനുശേഷം ഈദ് സന്ദേശമൊക്കെ നൽകുന്നതാണ്. അപ്പോൾ വിശ്വാസികൾ എല്ലാവരും കൂട്ടത്തോടെ തന്നെ ഈദ്ഗാഹിനായി എത്തിച്ചേർന്നിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷത്തോടെ സഹോദര്യത്തിന്റെ പെരുമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈദ് ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം.